നരേന്ദ്രമോദി ഇന്ന് പാലക്കാടെത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായാണ് മോദി കേരളത്തിലെത്തുന്നത്. രാവിലെ 10-ന് പ്രധാനമന്ത്രി മേഴ്സി കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. 10:30-ന് അഞ്ചുവിളക്കിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. 11:30-ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് റോഡ് ഷോയ്ക്ക് സമാപനമാകും. പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. 5 മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. CAA ചട്ടം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്, ഡിവൈഎഫ്ഐ, രമേശ് ചെന്നിത്തല എന്നിവർ നൽകിയതടക്കം 237 ഹർജികൾ ഇന്ന് കോടതിയുടെ മുന്നിലെത്തും. നേരത്തെ പൗരത്വം നൽകുന്നതിനെ ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അവകാശമില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാടെടുത്തിരുന്നു. വാദം കേൾക്കാമെന്ന് കേന്ദ്രം അറിയിച്ചതോടെയാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി തിഹാർ ജയിലിലായ AAP നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും സഞ്ജയ് സിംഗിനെ കോടതി വിലക്കിയിട്ടുണ്ട്. കർണാടകയിൽ മുതിർന്ന BJP നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ DV സദാനന്ദ ഗൌഡ പാർട്ടി വിട്ടേക്കും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടായേക്കും. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത മൈസൂരു സീറ്റിൽ നിന്ന് മത്സരിച്ചേക്കും. കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയിരുന്നു. ബംഗളൂരു നോർത്ത് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് ഗൌഡ BJP വിടാനൊരുങ്ങുന്നത്. K. രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി. വീഡിയോ സന്ദേശത്തിലൂടെയാണ് കലാമണ്ഡലം ഗോപി വോട്ട് അഭ്യർത്ഥന നടത്തിയത്. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. ഇത് സംബന്ധിച്ച നിർദ്ദേശം CCF മൂന്നാർ DFOക്ക് നൽകി. കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ഇന്നു തന്നെ ആരംഭിക്കാനാണ് തീരുമാനം. പടയപ്പയുടെ സഞ്ചാരവും നീക്കങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കും. നിലവിൽ ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് വിലയിരുത്തൽ. ഇടുക്കി ചിന്നക്കനാലിലെ വനം വകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനിയെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം. കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യമുണ്ടെന്നാണ് ആക്ഷേപം. 301 കോളനി ഒഴിവാക്കി സിംഗുകണ്ടം, BL റാം മേഖലകളിലാണ് വനം വകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ആലപ്പുഴ കായംകുളം നഗരത്തിൽ ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്നും തുക അനുവദിച്ചു. 2,50,00,000 രൂപയാണ് നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കിഫ്ബി ഇംപാക്ട് കേരള പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. മണ്ണ് പരിശോധന, സ്ഥലത്തിന്റെ സർവേ തുടങ്ങിയവ പൂർത്തീകരിച്ചതിന് ശേഷം ആധുനിക വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. കാസർഗോഡ് കുമ്പള കഞ്ചിക്കട്ട പാലം പൂർണ്ണമായും അടച്ചു. അപകടാവസ്ഥയിലായ പാലത്തിൽ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലം പൂർണ്ണമായും അടച്ചത്. ബദൽ സംവിധാനമൊരുക്കാതെ പാലം അടച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി.